വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 മിണാലൂർ പാർലിക്കാട് പാടശേഖരങ്ങളിൽ നടക്കുന്ന അനധികൃത വയൽ നികത്തലിനെതിരെ കർഷക മോർച്ച വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു. ആരോപണം ഉയർന്ന പാടശേഖരങ്ങളിൽ കർഷക മോർച്ച നേതാക്കൾ നേരിട്ടെത്തി സന്ദർശിച്ചു. ഈ പട്ടിച്ചടക്കാവ് പാടശേഖര സമിതിയുടെ അവരുടെ കംപ്ലൈന്റിന്റെ പുറകില് ഒരു ഏക്കർ 1.5 ഏക്കർ സ്ഥലം ഏകദേശം മണ്ണിട്ട് നിരത്താണ്. അങ്ങനെ മണ്ണിട്ട് നിരത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവും. അത് മാത്രമല്ല, ഈ ഭൂമികള് നിരത്തുമ്പോൾ വെള്ളക്കെട്ടും അത് കഴിഞ്ഞ് വേനൽക്കാലത്ത് കുടിവെള്ള പ്രശ്നം ഉണ്ടാവും. അത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രദേശത്തും കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങള് വയൽ നികത്തലിനെതിരെ പരാതി നൽകിയ കർഷകർക്കും പാടശേഖര സമിതിക്കും നേതാക്കൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അനധികൃത നികത്തലിനെതിരെ ജില്ലാ കളക്ടർക്കും തഹസിൽദാർക്കും രേഖാമൂലം പരാതി നൽകുമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി, മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വാര്യർ എന്നിവർ സംസാരിച്ചു. BJP നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യാസാഗർ, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാർ കുമരനെല്ലൂർ, BJP മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് KK, ജനറൽ സെക്രട്ടറി ബിനീഷ് KR, ട്രഷറർ രാമപ്രസാദ്, പാടശേഖര സമിതി ഭാരവാഹികളായ നന്ദകുമാർ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പട്ടിച്ചടക്കാവ് പാടശേഖരത്തില് 1 ഏക്കർ 20 സെന്റ് സർവേ നമ്പർ കൃത്യമായിട്ട് അവർക്കില്ല. സർവേ നമ്പറിൽ ഭൂമി തരം മാറ്റാനായിട്ട് കൃഷിഭവനിൽ അപേക്ഷ കൊടുത്ത് എന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടി. ഞങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മീറ്റിംഗ് കൂടി, കൃഷിഭവന്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടി ഇതിന് അടുത്ത നടപടി എന്നുള്ള നിലയ്ക്ക് മണ്ണിട്ട് നിരത്താതിരിക്കാൻ കലക്ടർക്കും RDOനും കൃഷി ഓഫീസറൊക്കെ കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ളതാണ് തീരുമാനത്തിന്. അപ്പൊ ഇത് മണ്ണിട്ട് നിരത്തി കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പാടത്തുള്ള ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന വെള്ളം പാടത്തുനിന്ന് ഒഴുക്കിനെ കംപ്ലീറ്റ് തടസ്സപ്പെടുത്തും. You are watching VCV News.